സിനിമയ്ക്കപ്പുറം റിവ്യൂ കോർണറിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യുന്ന സിനിമ ഒരു ആഷിഖ് അബു ചിത്രമാണ്, റാണി പത്മിനി. കാട്ടുപറമ്പത്തെ ശങ്കരൻ വൈദ്യരുടെ മോളാണ് നീ. ഇനി സൊസൈറ്റി നിനക്ക് പുല്ല് വില തരില്ല. പോട്ടെ, നിനക്ക് തന്നെ നിന്നെ വല്ല വിലയുണ്ടോ? എന്നാ വാ പോവാം. ഒരു പെണ്ണിന് വീട്ടിലിരുന്നാൽ പറ്റാവുന്ന അപകടങ്ങളെ റോട്ടിലും ഉള്ളൂ. ഇതിവിടെ നടക്കില്ല മോളെ. നിന്റെ വീട്ടിൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഗിരിക്കല്ല എനിക്കാണ് കൂട്ടു വേണ്ടതെന്ന്. ഇതാരാ? റാണി പത്മിനിയുടെ അളിയനാ. റാണി പെൺകുട്ടികൾ സൂപ്പർ അല്ലേ? ആഷിഖ് അബു സംവിധാനം ചെയ്ത് റീമ കല്ലിങ്കൽ, മഞ്ജു വാര്യർ മുഖ്യ കഥാപാത്രം അഭിനയിച്ച റാണി പത്മിനി ഒരു ഫെമിനിസ്റ്റ് സിനിമയാണ്. അതിനോടൊപ്പം ഇതൊരു ട്രാവൽ സ്റ്റോറിയും കൂടിയാണ്. റാണി പത്മിനിയുടെ അളിയനാ. നീ എന്തിനാ ഈ ജോലിക്ക് പോണ കാര്യമൊക്കെ ഇത്ര ഡിസ്കസ് ചെയ്യണം? राजा है ना तू, वही क्रिमिनल। वैसे फिल्म स्टार्स और गैंगस्टर्स को अपनी इंट्रोडक्शन देना अच्छी बात नहीं है। ഗാങ്സ്റ്റർ എന്ന ചിത്രത്തിന് ശേഷം ആഷിഖ് അബു സംവിധാനം ചെയ്ത ചിത്രമാണ് റാണി പത്മിനി. മഞ്ജു വാര്യരുടെ രണ്ടാം വരവിലെ രണ്ടാം ചിത്രം. നീണ്ട കാലയളവിന് ശേഷം ശ്രദ്ധേയമായ കഥാപാത്രമായി റീമ കല്ലിങ്കൽ എന്നീ പ്രത്യേകതകൾക്കൊടുവിലാണ് റാണി പത്മിനി തിയേറ്ററിൽ ഇരിപ്പിടമൊരുക്കിയത്. റാണിയും പത്മിനിയും ഹിമാലയത്തിലേക്കുള്ള യാത്രാ വഴിമധ്യയാണ് കണ്ടുമുട്ടുന്നത്. രണ്ടുപേരും വ്യത്യസ്തമായ ദൗത്യവുമായി സഞ്ചരിക്കുന്നുവെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് ഇരുവർ ഏറെ അടുക്കുന്നു. ഒരു തികഞ്ഞ സ്ത്രീപക്ഷ കഥയാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത്. മതിൽക്കെട്ടിനുള്ളിൽ സ്ത്രീ സമൂഹം ഒതുങ്ങി നിൽക്കണം എന്ന പരമ്പരാഗത രീതി ഇന്നും സ്ത്രീ സമൂഹം നേരിടുന്നു എന്ന് ഈ സിനിമ ചൂണ്ടിക്കാട്ടുന്നു. बम्बई वो 80, 90 पूरे 100। റാണി പെൺകുട്ടികൾ സൂപ്പർ അല്ലേ? യാത്രക്കിടയിൽ സ്ത്രീ ശരീരത്ത് തൊടുന്ന പുരുഷ കൈകളെ തക്കതായ മറുപടിയും ചേർത്ത് തിരിച്ചയക്കണമെന്ന പാഠവും കൂടി സ്ത്രീ പ്രേക്ഷകർക്ക് ഈ സിനിമ കൈമാറുന്നു. പീലി വീഴുമാ മേട്ടില് പായ് വിരിച്ചു കാത്തിരുന്നിടാ, പാതിരയ്ക്ക് മിന്നൽ പൂക്കുമാ കാവില് കാഞ്ഞിരത്തിൻ തോളിലേറിടാ. ആണായി ജനിച്ചാൽ മതി എന്ന സ്ത്രീയുടെ പൊതുവെയുള്ള ആഗ്രഹം പുരുഷന്മാരെ പോലെ തനിക്കും സ്വാതന്ത്ര്യം വേണമെന്ന ആഗ്രഹം കൊണ്ടാണെന്ന് ഈ സിനിമ പറയാതെ പറയുന്നു. ചെറുപ്പത്തിൽ സ്ത്രീകളോട് നല്ല അടക്കവും ഒതുക്കവുമുള്ള പെണ്ണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കെണിയാണെന്നും അത് സമൂഹം ബോധപൂർവം കെട്ടിയേൽപ്പിക്കുന്ന അജണ്ടയാണെന്നും ഈ സിനിമ പറയുന്നു. റാണിയും പത്മിനിയുമായി റീമ കല്ലിങ്കലും മഞ്ജു വാര്യരും തകർത്തഭിനയിച്ചപ്പോൾ റീമയാണ് ഒരു പിടി മുന്നിൽ നിന്നത്. ആഷിഖ് അബു എന്ന സംവിധായകൻ വീണ്ടും ഒരു നല്ല ചിത്രത്തിന് അമരക്കാരനായി. സിറ്റുവേഷൻ കോമഡി ഫലിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു. ശ്യാം പുഷ്കറിന്റെ കഥ പറച്ചിൽ രീതി വളരെ രസകരമായിരുന്നു. ഹിമാലയത്തിന്റെ പ്രകൃതി ഭംഗി മധു നീലകണ്ഠന്റെ ക്യാമറ നല്ല രീതിയിൽ ഒപ്പിയെടുത്തു.
ചുരുക്കി പറഞ്ഞാൽ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നതിൻ്റെ ഒരു നൂജൻ നാമപരിവേഷമാണ് റാണി പത്മിനി. നിർബന്ധമായും സ്ത്രീകൾ കണ്ടിരിക്കേണ്ട ഒരു ക്ലാസിക് ചിത്രം, ഒരു ആഷുകബു ചിത്രം. സൈനിങ് ഓഫ് സിനാൻ. സിനിമാ ലോകത്തുനിന്നും സ്കൈലാർ പിക്ചേഴ്സ്.